ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ നെല്ലിശ്ശേരിയിലുള്ള എല്ലാവരോടുമായി ധനുഷ് പറഞ്ഞു. അർച്ചന മേഡത്തിന്റെ വീട്ടുകാരെല്ലാവരും ഹോസ്പിറ്റലാണ്. ഇപ്പോ അർച്ചന മേഡത്തിന്റെ അനൂപേട്ടനും ഹോസ്പിറ്റലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്ന് ആരും തന്നെ ഈ വിവാഹത്തിൽ പങ്കെടുക്കുകയില്ല. അപ്പോ ഈ വിവാഹം ഇനിയും നീട്ടിവെക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. ഞാൻ എൻ്റെ വീട്ടുകാരോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എന്താണ് ഇവിടെയുള്ള എല്ലാവരുടെയും അഭിപ്രായം എന്ന് ധനുഷ് സേതുമാധവനോടും അവിടെ വന്ന എല്ലാവരോടുമായി ചോദിച്ചു. ഇത് കേട്ട ഉടനെ തന്നെ അനഘ അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതും ശരി തന്നെയാണ് അങ്കിൾ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വിവാഹം മുന്നോട്ട് നീട്ടിവെക്കുന്നത് തന്നെയാണ് നല്ലത്. അനൂപേട്ടനും പിന്നെ സന്ദീപും ആതിരയും ഒന്നും ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലല്ലേ. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കൂടി മുന്നോട്ട് നീട്ടുകയാണെങ്കിൽ, അത് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു മുഹൂർത്തത്തിൽ നടത്തുകയാണെങ്കിൽ അതല്ലേ നല്ലത്. സന്ദീപിനും അത് ഒത്തിരി സന്തോഷമാവുമല്ലോ എന്ന് അനഘ അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ അർച്ചനയും അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാനും അത് തന്നെയാ അച്ഛാ പറയുന്നത്. സന്ദീപിന് ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നതിൽ വല്ലാത്ത വിഷമമുണ്ട്. ആരൊക്കെ ഈ വിവാഹത്തിൽ പങ്കുചേരാനുണ്ടെന്ന് പറഞ്ഞാല് സന്ദീപ് ഇല്ലാത്തത് അത് അവന് വല്ലാത്ത വേദന തന്നെയല്ലേ. അവന് പകരം വേറെ ആർക്കും ഇതിൽ പകരം നിൽക്കാനും ആവില്ലല്ലോ എന്ന് അർച്ചന ചോദിച്ചപ്പോ സച്ചി ചോദിച്ചു, അതെ, ഈ വിവാഹം മാറ്റിവെക്കുന്നതിൽ ഇത്ര വലിയ പ്രശ്നം എന്താ ഉള്ളത്? അവനും അതൊത്തിരി സന്തോഷമാവും. വിവാഹം മാറ്റിവെക്കുന്നതിനെ കുറിച്ച് ധനുഷ് തന്നെ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചാൽ എന്താ വെച്ചാ എന്ന് സച്ചി അന്വേഷിച്ചപ്പോ സേതുമാധവൻ വേഗം എഴുന്നേറ്റ് പറഞ്ഞു, ഇന്നലെ അർച്ചന ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. അത് ശരിയാണല്ലോ എന്നും ചിന്തിച്ചു. അതുകൊണ്ട് ഞാൻ അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനായി തയ്യാറെടുത്തപ്പോഴാണ് ജോത്സ്യനെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചത്. അപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞത്, ഈ മുഹൂർത്തത്തിൽ അദ്ദേഹം നിശ്ചയിച്ച് പറഞ്ഞ ആ മുഹൂർത്തത്തിൽ വിവാഹം നടന്നില്ല എങ്കിൽ പിന്നെ ഒരിക്കലും ഈ വിവാഹം നടക്കാനുള്ള സാധ്യതയില്ല എന്നാണ്. അതുമാത്രമല്ല, നമ്മൾ എത്രയൊക്കെ പരിശ്രമിച്ചാലും വിവാഹം പിന്നെ നടക്കുകയില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവാഹം ഈ മുഹൂർത്തത്തിൽ തന്നെ നടത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ ഞാൻ വൃന്ദാവനത്തിലെ വിവരങ്ങൾ അറിയുവാനായി ദയാനന്ദ മാഷിനെയും വിളിച്ചിരുന്നു. മാഷു എന്നോട് പറഞ്ഞത് അവര് വിവാഹത്തിൽ പങ്കെടുക്കുന്നില്ല എന്നത് അത് വലിയ കാര്യമായിട്ട് എടുക്കണ്ട എന്നും തൽക്കാലം വിവാഹം നടക്കട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ മാഷും ജോത്സ്യനുമൊക്കെ ഒരേപോലെ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞ സ്ഥിതിക്ക് വിവാഹം മാറ്റി വെക്കണ്ട എന്നായിരുന്നു ഞാൻ പിന്നെ എടുത്ത തീരുമാനമെന്ന് പറയുമ്പോൾ അവിടെ എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്ന അറിഞ്ഞ് റൂമിൽ നിന്ന് വന്ന നന്ദൻ പെട്ടെന്ന് സേതുമാധവൻ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, അല്ല, എന്താ എന്താ ഇവിടെ എല്ലാരും കൂടി ഒരു ചർച്ച? എന്തു പറ്റി? എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ നന്ദനോട് സേതുമാധവൻ പറഞ്ഞു, അത് പിന്നെ സന്ദീപും ആതിരയും പിന്നെ അനൂപും ഒന്നും ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണല്ലോ. അതുകൊണ്ട് തന്നെ വൃന്ദാവനത്തിൽ നിന്ന് ആരും തന്നെ ഈ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ വരത്തുമില്ല. ആ ഒരു സാഹചര്യത്തിൽ വിവാഹം മുന്നോട്ട് നീട്ടിവെച്ചാലോ എന്നാണ് ധനുഷും സ്നേഹയും ഒക്കെ ചോദിച്ചത്. എല്ലാവരുടെയും അഭിപ്രായവും അതുതന്നെയാണ്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തിരുന്നു. ജോത്സ്യനോടും മാഷിനോടും ഒക്കെ ചോദിച്ചപ്പോ ജോത്സ്യൻ പറഞ്ഞത് ഇപ്പോൾ നിശ്ചയിച്ചു തന്ന മുഹൂർത്തത്തിൽ വിവാഹം നടന്നില്ല എങ്കിൽ പിന്നീട് ഉടനെ ഒന്നും ഈ വിവാഹം നടക്കില്ല എന്നാണ്. അതുപോലെ തന്നെ മാഷിനോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ വൃന്ദാവനത്തിൽ നിന്ന് ആരും വന്നില്ല എന്ന കാരണം കൊണ്ട് വിവാഹം മുടങ്ങാൻ സാഹചര്യമാകരുത്, അല്ലെങ്കിൽ വിവാഹം മുടങ്ങാൻ കാരണമാകരുത് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ വിവാഹം തൽക്കാലം നീട്ടിവെക്കേണ്ട എന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ നന്ദനും പറഞ്ഞു, ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ് ചാ. അപ്പോ എനിക്കും അതുതന്നെയാണ് തോന്നിയത്. കാരണം വിവാഹം നമ്മൾ മാറ്റിവെക്കാമെന്ന് തീരുമാനിച്ചാൽ തന്നെ ഇതോടെയല്ല, ഇതിനേക്കാൾ ഏറെ നൂലാമാലകൾ വേറെയുണ്ട്. കാരണം വിവാഹം ഇതിനോടകം നമ്മൾ ഈ നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞു. അതുപോലെ വിവാഹത്തിനും റിസപ്ഷനും മറ്റ് കാര്യങ്ങൾക്കും എല്ലാമായിട്ട് ഓഡിറ്റോറിയവും ക്ഷേത്രവും എല്ലാം തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ബാക്കി കാര്യങ്ങളും വിവാഹത്തിന് വേണ്ടിയുള്ള ഇവന്റ് മാനേജ്മെന്റുകാരും ഫുഡിന്റെ കാര്യങ്ങളും എല്ലാം തന്നെ ഇതിനോടകം അതിനെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുകയാണ്. പിന്നെയുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ നാട്ടിലുള്ള എല്ലാവരെയും വിവാഹത്തിന് ക്ഷണിച്ചു കഴിഞ്ഞിരിക്കണം. വിവാഹത്തിൽ നമ്മൾ കുറച്ചുപേരെ പങ്കെടുക്കുന്നുള്ളൂ എങ്കിൽ പോലും അതിനുശേഷമുള്ള ടീ പാർട്ടിയിലെ എല്ലാവരെയും, ഇവിടെയുള്ള എല്ലാവരെയും അതിലും വിളിച്ച് എല്ലാവരെയും അതിനു വേണ്ടിയുള്ള ക്ഷണക്കത്തും കൊടുത്തു. ഇനിയിപ്പോൾ ഈ വിവാഹം മാറ്റിവെച്ചു എന്ന് പറയാനായിട്ട് അക്കാര്യം അറിയിക്കാനുള്ള സമയം പോലും, എല്ലാവരും അറിയിക്കാനുള്ള സമയം പോലും ഇനി നമ്മുടെ പക്കലില്ല. ഇനി വെറും 4 ദിവസമല്ലേ വിവാഹത്തിനായിട്ട് ബാക്കിയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ വിവാഹം മുന്നോട്ട് മാറ്റിവെച്ചാൽ അത് കൂടുതൽ പ്രശ്നങ്ങളാവുക വെച്ചാ. എൻ്റെ അഭിപ്രായം എന്തെന്ന് വെച്ചാൽ, ഈ പറയുന്ന എനിക്ക് പോലും, ഞാൻ പോലും മരിക്കുക പോലും ചെയ്താൽ തന്നെ, ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഈ വിവാഹം മുടങ്ങരുത് എന്നൊരു അഭിപ്രായമാണ് വെച്ചാൽ എനിക്കുള്ളത് എന്ന് നന്ദൻ അറിയിച്ചു.
അത് കേട്ടതും ഉടനെ അരികിലേക്ക് എത്തി അവന്തിക പറഞ്ഞു, അച്ഛാ എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഇനി ഈ 4 ദിവസം കൂടിയല്ലേ ഉള്ളൂ. ഇതിനോടകം വിവാഹം മാറ്റിവെച്ചു എന്ന് പോലും മറ്റുള്ളവരെ അറിയിക്കാനുള്ള സാവകാശം പോലും നമ്മൾക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം വിവാഹം മുന്നോട്ട് മാറ്റി വെക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞപ്പോൾ അർച്ചനയും സച്ചിയുമൊക്കെ ആകെ വിഷമത്തോടെ നിന്നു. ഒടുവിൽ സേതുമാധവൻ വിവാഹം നീട്ടിവെക്കുന്നില്ല എന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ച ആ മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്താമെന്നും സമ്മതിക്കുന്നു. അത് കേട്ടതും ധനുഷും അവന്തികയും അവരുടെ നീക്കങ്ങൾ കൃത്യമായി തന്നെ ഫലിച്ചു എന്ന സന്തോഷത്തിൽ അങ്ങനെ നോക്കുമ്പോൾ ഉടനെ സേതുമാധവൻ ചോദിച്ചു, ഇനി എന്താ വിവാഹത്തിന് വേണ്ടിയുള്ള ബാക്കി ഒരുക്കങ്ങൾ നടത്താൻ? ഇനി വെറും 4 ദിവസമല്ലേ ബാക്കിയുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ നന്ദൻ പറഞ്ഞു, ഇനിയുള്ളത് വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വസ്ത്രവും ആഭരണങ്ങളും ഒക്കെ പോയി വാങ്ങിക്കുക എന്ന് മാത്രമാണ് ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ശരി, ഇന്ന് തന്നെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോയിക്കോ, പോയി ആഭരണങ്ങളും ഡ്രസ്സും ഒക്കെ വാങ്ങിക്കുക, എല്ലാവർക്കും ഓരോരോ ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് എടുക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ സച്ചി ഉടനെ പറഞ്ഞു, എന്നെ ആരും പ്രതീക്ഷിക്കണ്ട, എൻ്റെ ഭാര്യ സഹോദരനും എൻ്റെ അനുജൻ്റെ ഭാര്യയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്കും അർച്ചനയ്ക്കും അവിടേക്ക് പോകണം. ഈ വിവാഹത്തിൽ തൽക്കാലം എൻ്റെ സഹകരണം ആരും പ്രതീക്ഷിക്കണ്ട. എനിക്കെന്തായാലും അവരുടെ കാര്യങ്ങൾ കൂടി അന്വേഷിക്കാതിരിക്കാൻ കഴിയില്ല. അതുമാത്രമല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഓഫീസിലാണെങ്കിലും വല്ലാത്ത തിരക്കുള്ള സമയമാണ്. ഇങ്ങനെയുള്ളപ്പോൾ ഓഫീസ് കാര്യങ്ങളും കൂടി ഞാനും കൂടി നോക്കാതിരുന്നു കഴിഞ്ഞാൽ, എല്ലാവരും വിവാഹത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഓഫീസ് കാര്യങ്ങൾ കൂടി ആരും ശ്രദ്ധിക്കാതിരുന്നാൽ അതുമാകെ താറുമാറാകും. അതുകൊണ്ട് തന്നെ തൽക്കാലം എന്നെ ഇതിൻ്റെ ഒരു കാര്യത്തിനും ആരും പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സേതുമാധവൻ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സച്ചിയുടെ കാര്യം നോക്കണ്ട, നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് എന്താ വെച്ചാൽ വേണ്ടതെന്ന് വെച്ചാൽ അതിനൊക്കെ അത് പോയി വാങ്ങിച്ചോളൂ. തൽക്കാലം സച്ചി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൻ്റെ പേരിൽ ആരും പരസ്പരം വിദ്വേഷം കാട്ടുകയോ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് സേതുമാധവൻ അവിടെ നിന്ന് പോന്നു. ഈ സമയത്ത് അനഘ ആകെ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോയി. അപ്പോഴേക്കും ഉടനെ നന്ദൻ അർച്ചനയുടെ മുന്നിൽ നിന്ന് സ്നേഹയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ സ്നേഹ, നീ വന്നേ, നമുക്ക് എന്തൊക്കെയാ വാങ്ങിക്കേണ്ടതെന്നതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് സ്നേഹയുമായി അവിടെ നിന്ന് നന്ദനും പോയി. അവസാനം അർച്ചനയും അവന്തികയും ധനുഷും മാത്രമായി ആ സ്ഥലത്ത്. അങ്ങനെ ഹാളിൽ അവർ മാത്രം നിൽക്കുമ്പോൾ അർച്ചൻ്റെ അരികിലേക്ക് ചെന്നിട്ട് അവന്തിക പറഞ്ഞു, അതെ അർച്ചനെ, ഞാൻ നിന്നോട് ഒട്ടും ഉളുപ്പില്ലാതെ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഇവിടെ നടന്നതെല്ലാം ഉണ്ടല്ലോ, ഒരു നാടകമായിരുന്നു. അത് കേട്ടതും അർച്ചന ഞെട്ടലോടെ അവന്തികയെ നോക്കി. ഇവിടെ ഉള്ള എല്ലാവരുടെയും മനസ്സിലിരിപ്പ് എന്താണ് എന്നറിയാൻ വേണ്ടി ഞാനും ഇവനും ചേർന്ന് നടത്തിയ ഒരു നാടകം എന്ന് അവന്തിക അർച്ചനയോട് പറയുന്നു. ധനുഷ് അത് കേട്ട് അർച്ചനയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ അവന്തിക പറഞ്ഞു, അതെ, ജോത്സ്യനെ കൊണ്ട് ഈ മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്തണമെന്ന് പറയിച്ചതും ഞങ്ങൾ തന്നെയാണ് എന്ന് അവന്തിക പറയുമ്പോൾ ഞെട്ടലോടെ അർച്ചന ആകെ വിഷമിച്ചങ്ങനെ നിന്നു. ഉടനെ തന്നെ ധനുഷ് പറഞ്ഞു, അതെ അർച്ചനെ, സത്യത്തിൽ അർച്ചനയുടെ ഈ ഒരു മുഖം കാണാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ് കേട്ടോ. മറുപടിയൊന്നും പറയാനില്ലാതെ, ഒന്നും പ്രതികരിക്കാൻ കഴിയാതെ ആകെ തകർന്നു നിൽക്കുന്ന അർച്ചനയുടെ ഈ മുഖം ഉണ്ടല്ലോ, അത് ഞാൻ മനസ്സിൽ കണ്ട് ഒത്തിരി സന്തോഷിച്ചതാണ്. ഇപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം, പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ട്. ഇങ്ങനെ ആകെ ഐസായി നിൽക്കുന്ന ഈ അർച്ചനയെ എന്തായാലും ഇത് കാണുമ്പോണ്ടല്ലോ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമെന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. അതുപോലെ തന്നെ എനിക്ക് സത്യത്തിൽ അർച്ചനയെ വളരെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ എന്ത് കാര്യത്തിനും ഒരു പ്രതിവിധി ഉണ്ടാക്കുകയും അതിനെയെല്ലാം താൻ നേരിടുമെന്നും പറഞ്ഞുകൊണ്ട് അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു വാശിയും വീറും ഉണ്ടല്ലോ അർച്ചനയ്ക്ക്, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്തായാലും ഇപ്പോൾ 2 ദിവസം എനിക്ക് 2 ദിവസത്തെ വാണിംഗ് തന്ന് എന്നോട് ഒരു വെല്ലുവിളി എന്നോണം പറഞ്ഞാലേ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിക്കോളാൻ, അങ്ങനെ പറഞ്ഞ ഞാൻ നിനക്ക് തരികയാണ് 4 ദിവസത്തെ അവധി. 2 ദിവസത്തെ അവധിക്ക് എന്നെ നീ ഇവിടെ നിൽക്കാൻ വേണ്ടി അനുവദിച്ചപ്പോൾ ഞാൻ നിനക്ക് 4 ദിവസത്തെ അവധി തരുന്നു. ഈ വിവാഹം മുടക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് മുടക്കി കാണിക്കേ, ഞങ്ങളൊന്ന് കാണട്ടെ നിന്റെ നീക്കങ്ങൾ എത്രത്തോളം പോകുമെന്ന്, എത്രത്തോളം നിനക്ക് കഴിയുമെന്ന് എന്ന് പറഞ്ഞ് അവന്തികയോടും ധനുഷിൻ്റെയും പകയും ദേഷ്യവുമൊക്കെ അർച്ചനയുടെ മുന്നിൽ ഒരു വെല്ലുവിളിയായി ഉയർത്തിക്കൊണ്ട് ധനുഷ് താൻ ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ അവിടുന്ന് പോകുമ്പോൾ അർച്ചന ആകെ നിരാശയായി തലകുനിച്ചങ്ങനെ നിന്നു. പിന്നീട് നേരെ കിച്ചണിലേക്ക് എത്തിയ അർച്ചന ആകെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ട് അവിടേക്ക് അനഘ എത്തിയിട്ട് പറഞ്ഞു, എഴുത്തി ഇങ്ങനെ ആകെ തകർന്നു നിൽക്കല്ലേ, എനിക്ക് എഴുത്തിയുടെ ഒരു കാര്യം പറയാനുണ്ട്. അവരിപ്പോൾ ഇവിടെ നടത്തിയതൊക്കെ ശരിക്കും ഒരു നാടകമായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് മനസ്സിൽ നേരത്തെ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട്
മനഃപൂർവ്വം എല്ലാവരെയും വിഡ്ഢികളാക്കാൻ വേണ്ടി നടത്തിയ വെറുമൊരു പ്രകടനം. അത് കേട്ടതും അർച്ചന ചോദിച്ചു, അതെന്താ നിനക്കിപ്പോൾ അങ്ങനെ തോന്നാൻ കാരണം? അത് മാത്രമല്ല ഏട്ടത്തി, ഇപ്പോ നമ്മുടെ ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ, പ്രത്യേകിച്ച് അനൂപേട്ടനുണ്ടായ ഈ അപകടം പോലും, അതും ഇവർ തന്നെ ആസൂത്രിതമായി നടത്തിയിരിക്കുന്ന ഒരു സ- പദ്ധതിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അർച്ചന ചോദിച്ചു, നിനക്കങ്ങനെ തോന്നാനുള്ള കാരണം എന്താ? നീ എന്തെങ്കിലും അവരുടെ സംസാരം കേട്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ആ ആ നിമിഷം അനഘ പറഞ്ഞു, അതേ ഏട്ടത്തി, ഞാൻ കേട്ടു. ഞാൻ അങ്ങനെ ഒരു സംസാരം കേൾക്കാനിടയായി എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം അവന്തിക പറയുന്ന കാര്യങ്ങൾ താൻ കേട്ടതെല്ലാം അനഘ അർച്ചനയോട് പറഞ്ഞു. എല്ലാം കേട്ടതിന് ശേഷം അർച്ചന ആകെ ഞെട്ടിത്തെറിച്ചങ്ങ് നിൽക്കുമ്പോൾ അനഘ പറഞ്ഞു, ഏട്ടത്തി, എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇനിയുള്ള അവരുടെ നീക്കം സച്ചിയേട്ടന് നേരെയായിരിക്കും. ഇതൊക്കെ അവർ മനഃപൂർവ്വം കരുതിക്കൂട്ടി നടത്തുന്നതാണ് ഇതെല്ലാം. അവരോട് എതിർപ്പ് കാണിക്കുന്ന ഓരോരുത്തരെയും അവർ ഈ രീതിയിൽ അവരുടെ വഴിയിൽ നിന്ന് അകറ്റി നിർത്തുന്നു. അതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരും തന്നെ അവരോട് എതിർപ്പ് പറയാതെ അവർ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് എതിരെ പറയുന്ന ഒരാൾ പോലും ഈ വിഭാഗത്തിൽ പങ്കെടുക്കരുത്. അതാണ് അവരുടെ ലക്ഷ്യം. ഇനി സച്ചേട്ടന് നേരെയാണ് അവരുടെ ആക്രമണം ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് എടുത്തി ഇങ്ങനെ തകർന്ന് ഒന്നും ചെയ്യാനാകാതെ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിന്നാ പോരാ. ഇതിന് ബുദ്ധിപൂർവ്വം എന്തെങ്കിലും ആലോചിച്ച് എടുത്തി പ്രവർത്തിക്കേണ്ട സമയമായി. അതുകൊണ്ട് ഉടനെ തന്നെ എടുത്തി അതിന് വേണ്ട പോംവഴി കണ്ടെത്തണം. സച്ചേട്ടനോട് പറയണം ഒന്ന് സൂക്ഷിക്കണമെന്ന്. കാരണം വിവാഹം നടക്കുന്നതും വിവാഹ ദിവസം വരെ എന്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാം ഏട്ടത്തി എന്ന് പറഞ്ഞപ്പോൾ അർച്ചന അനഘയുടെ വാക്കുകളിൽ സത്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് കാണുന്നത് നന്ദൻ ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് ഷോപ്പിങ്ങിന് പോകാനായി സ്നേഹയെ വിളിക്കുന്നു. സ്നേഹയെ ഇതുവരെ കഴിഞ്ഞില്ലേ നിന്റെ ഒരുക്കം, എത്ര നേരമായി എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ അവധിയും കൂട്ടിക്കൊണ്ട് സ്നേഹ വേഗം ഹാളിലേക്ക് എത്തി. അപ്പോഴേക്കും നന്ദൻ ചോദിച്ചു, ഇത് ശരി, ഒരു ഷോപ്പിങ്ങിന് പോകാനായിട്ട് ഒന്ന് പുറത്തു പോകാനായിട്ട് ഇത്ര നേരമാണ് നിന്റെ ഒരുക്കമെങ്കിൽ ഇങ്ങനെ പോയാൽ ധനുഷ് വല്ലാതെ കഷ്ടപ്പെടുമല്ലോ എന്ന് ചോദിച്ച് നന്ദൻ വഴക്കു പറയുന്നത് കേട്ട് ഉടനെ സ്നേഹ പറഞ്ഞു, അതിന് മാത്രം സമയം എടുത്തെന്ന് ആരാ പറഞ്ഞത്? ഞാനല്ല ഇതുപോലെ സമയം കളഞ്ഞത്, ഏട്ടത്തിയാണ്. ഏട്ടത്തിക്കാണ് സമയം ഇത്രത്തോളം വേണ്ടി വന്നത് എന്ന് സ്നേഹ അങ്ങനെ പറഞ്ഞതും ധനുഷും അവന്തികയും പരസ്പരം നോക്കിച്ചിരിക്കുന്നു. അതിനുശേഷം എന്നാവാ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് അച്ഛനോട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ എല്ലാവരും വിളിച്ചുകൊണ്ട് സേതുമാധവന്റെ റൂമിനരികിലേക്ക് എത്തി. അപ്പോഴേക്കും സേതുമാധവൻ ഡോറ് തുറന്ന്, എന്നാ ശരി, എല്ലാവരും പോയിട്ട് വാ. പിന്നെ നന്ദ, ഇവൾക്ക് എന്താ വെച്ചാൽ വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം നീ വാങ്ങിച്ചു കൊടുത്തോണം എന്ന് പറഞ്ഞപ്പോൾ നന്ദൻ പറഞ്ഞു, ഇവൾക്ക് വേണ്ടത് മാത്രമല്ല അച്ഛാ, ഞാൻ കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടതും കൂടി ഇവൾക്ക് വാങ്ങിച്ചു കൊടുക്കാനാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സ്നേഹ ചോദിച്ചു, അല്ല അച്ഛൻ എന്താ മേടിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സേതുമാധവൻ പറഞ്ഞു, എനിക്കുള്ളത് ഞാൻ പിന്നീട് പോയി വാങ്ങിച്ചോളാം, നിങ്ങൾക്കൊക്കെ വേണ്ടത് ഇപ്പോൾ വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞ് സേതുമാധവൻ എല്ലാവരോടും പോയിക്കോളാനായി പറഞ്ഞ് യാത്ര പറഞ്ഞു പോകുമ്പോൾ അർച്ചന വേഗം അവിടേക്ക് ഇറങ്ങിയെത്തി. സ്റ്റെയറിങ്ങി വരുന്ന അർച്ചന പറഞ്ഞു, അവന്തി എടുത്തി ഒന്ന് നിന്നേ, എനിക്ക് എടുത്തിയുടെ ഒരു കാര്യം പറയാനുണ്ട് എന്ന്. അത് കേട്ടതും സേതുമാധവൻ ചോദിച്ചു, അതെന്താ, എന്തെങ്കിലും രഹസ്യമാണോ എന്ന് ചോദിച്ചപ്പം അർച്ചന പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലച്ചാ. അപ്പോഴേക്കും അവന്തിക കൂടെ നിന്ന് എല്ലാവരോടും പറഞ്ഞു, അതെ, നിങ്ങളെല്ലാവരോടും അങ്ങോട്ട് പൊക്കോ, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചതിന് ശേഷം അവന്തിക ചോദിച്ചു, എന്താ നിനക്ക് പറയാനുള്ളത്? അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അതെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം മറ്റുള്ളവർ കേൾക്കണ്ട എന്ന് കരുതി നിങ്ങളെന്തിനാ അവരെ ഇപ്പൊ പറഞ്ഞയച്ചത്? അപ്പോൾ നിങ്ങളുടെ പ്രവർത്തികൾ അങ്ങനെയുള്ളതാണെന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അവന്തിക ചോദിച്ചു, അത് ശരി, നിന്റെ ഇത്ര ഊഹാഭോഹങ്ങൾക്ക് മറുപടി നൽകാനല്ല ഞാനിപ്പോൾ ഇവിടെ നിന്ന്, നീ എന്തിനാ എന്നെ ഇവിടെ പിടിച്ചു നിർത്തത് അത് പറ എന്ന് ചോദിച്ചപ്പോൾ അർച്ചന ചോദിച്ചു, അതേ, വേറൊന്നുമല്ല എനിക്കറിയേണ്ടത്, എന്നെ അനൂപേട്ടന്റെ ആക്സിഡന്റിന്റെ പിന്നിൽ നിങ്ങളാണോ? അതെനിക്കറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞു, അതെ, അക്കാര്യത്തിൽ ഞാൻ തലയിട്ടിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാനാണ് അതിന് പിന്നിലെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല സംഭവിക്കുക. ഒന്നെങ്കിൽ ജീവൻ, അല്ലെങ്കിൽ മരണം, ഇതായിരിക്കും എൻ്റെ ഒരു പോളിസി. അതുകൊണ്ട് നിന്റെ ഏട്ടനെ ഞാനാണ് അപായപ്പെടുത്താൻ നോക്കിയതെങ്കിൽ ഇങ്ങനെ കാലും കൈയൊക്കെ ഒടിഞ്ഞൊന്നും ഇവിടെ കിടത്തില്ല. ഞാൻ അതോടെ തീർത്തു കളയും. അതാണ് എൻ്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് തൽക്കാലം ഇക്കാര്യത്തിൽ നീ വെറുതെ എന്നെ സംശയിക്കണ്ട. നീ തൽക്കാലം നിന്റെ CID പണിയൊക്കെ നിർത്തിയിട്ട് നിന്റെ ഭർത്താവിന് ഒരാപത്തും വരാതിരിക്കാൻ നീ പ്രാർത്ഥിക്കുക. കാരണം മൊത്തത്തിലെ നിങ്ങൾക്കിപ്പോൾ കഷ്ടകാലമാണ്. അതുകൊണ്ട് നിന്റെ താലി നഷ്ടമാകാതിരിക്കാൻ വേണ്ടി നീ മുട്ടിപ്പായി ഒന്ന് പ്രാർത്ഥിച്ചു. അതാണ് നിനക്ക് നല്ലത് എന്ന് അർച്ചനയോട് അവന്തിക പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അർച്ചന വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഈ സമയത്ത് അർച്ചന അവന്തികയുടെ വാക്കുകൾ കേട്ട് കുറച്ചു നേരത്തേക്ക് ആലോചിച്ചു. അപ്പോഴേക്കും അർച്ചനയുടെ മനസ്സിലേക്ക് വന്നത് അനഘ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ഈ നടന്ന സംഭവങ്ങൾക്കൊക്കെ പിന്നിൽ എൻ്റെ ചേച്ചിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഏട്ടത്തി. അവരുടെ സംസാരം കൂടി കേട്ടതോടെ എനിക്ക് ആ സംശയം കൂടുതൽ ദൃഢമാവുകയാണ്.
അതുകൊണ്ട് എടുത്തി ഒരു കാര്യം ചെയ്യ്. തൽക്കാലം അനൂപേട്ടന് ആക്സിഡന്റ് ഉണ്ടായ ആ സ്ഥലത്ത് ഒന്ന് പോയി അന്വേഷിക്ക്. ചിലപ്പോൾ അങ്ങനെ ഒരു ആക്സിഡന്റ് നേരിട്ട് കണ്ട ഏതെങ്കിലും ദൃക്സാക്ഷികൾ അവിടെ കാണും. അതുമല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുകൾ അവിടെ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞേക്കും. അവിടെ ഒന്നും തന്നെ അവശേഷിക്കാതിരിക്കില്ല ഏട്ടത്തി. ഏട്ടത്തി ഒന്ന് ചെന്ന് നോക്ക് എന്ന അനഘയുടെ വാക്കുകൾ അർച്ചന ഓർത്തു. അതിനുശേഷം പിന്നീട് കാണുന്നത് അർച്ചന വേഗം തന്നെ അനൂപിന് ആക്സിഡന്റ് സംഭവിച്ച ആ ചായക്കടയ്ക്ക് മുന്നിലേക്ക് എത്തി. അർച്ചന ആ കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആ കടക്കാരൻ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, ചേട്ടാ ഇന്നലെയല്ലേ ഇവിടെ വെച്ചൊരു ആക്സിഡന്റ് സംഭവിച്ചത്? അത് കേട്ടതും അതെ, ഇന്നലെ ഇവിടെ നടന്നത്. അല്ല, കുട്ടി ആരാ എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു, അത് ഇന്നലെ ആക്സിഡന്റ് സംഭവിച്ചത് എൻ്റെ ചേട്ടനാണ് എന്ന് പറഞ്ഞു. ഓ അത് ശരി, ആൾക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, ഏട്ടൻ കാലിന് ചെറിയൊരു ഒടിവുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഓ എന്തായാലും ഭാഗ്യം, ആ കിടപ്പ് കണ്ടാൽ, ആക്സിഡന്റ് കണ്ടാൽ ആള് ജീവനോടെ കാണില്ല എന്നേ തോന്നുകയുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞതും അർച്ചന ചോദിച്ചു, അപ്പൊ ചേട്ടനല്ലേ പറഞ്ഞത് ചേട്ടൻ അക്കാര്യം നേരിട്ട് കണ്ടില്ല എന്ന്, എന്നിട്ട് പിന്നെ ചേട്ടൻ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അർച്ചനയോടുള്ള അയാളുടെ മറുപടിക്ക് ചോദ്യമായിട്ട് അർച്ചന ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. ഉടനെ തന്നെ അയാൾ പറഞ്ഞു, അത് പിന്നെ ഞാനൊന്നും കണ്ടില്ല, അവിടെ അപകടം നടന്ന സ്ഥലം കണ്ടാലും അയാളുടെ കിടപ്പ് കണ്ടാലും അങ്ങനെ തോന്നും, അതാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞതും അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അന്യ സംസ്ഥാന തൊഴിലാളി വേഗം തന്നെ അവിടേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ ആ കാഴ്ച കണ്ടതായിരുന്നു, നേരിട്ട് വന്ന് ആ ജീപ്പ് ഇടിക്കുന്നത് അത് ഞാൻ കണ്ടതാണ്, അയാൾ മനഃപൂർവ്വം വന്ന് ഇടിപ്പിച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആ കടക്കാരൻ തൻ്റെ പണിക്കാരനോട് ദേഷ്യപ്പെട്ടു. എടാ, നീ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി, നീ ഇവിടെ ജോലി ചെയ്യാൻ വന്നാണെങ്കിൽ മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ നോക്ക്, അതാണ് നിനക്ക് നല്ലത്, അല്ലാതെ വെറുതെ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും വിളിച്ചു പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം അയാൾ പറഞ്ഞു, അതെ കുട്ടിക്ക് എന്തെങ്കിലും സംശയം മറ്റോ ഉണ്ടെങ്കിലേ ഇതാ ആ CCTV ഫോട്ടേജിലെ ആ വീട്ടുകാരുടെ അത് പോയി നോക്കിക്കും, ആ വീട്ടുകാരുടെ CCTV ക്യാമറയിൽ ഉണ്ടാകും നടന്ന സംഭവങ്ങളൊക്കെ, അതുകൊണ്ട് കുട്ടിക്ക് ഇനിയും സംശയം തീർന്നില്ലെങ്കിൽ അവിടെ പോയി നോക്കിക്കോ, അതാ നല്ലത് എന്ന് പറഞ്ഞപ്പോൾ അർച്ചന വേഗം തനിക്ക് കിട്ടാൻ പോകുന്ന ആ തെളിവിനെ കുറിച്ച് ആലോചിച്ച് ആ വീട്ടുകാരുടെ അവിടുന്ന് ആ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ കണ്ടെത്തണമെന്ന തീരുമാനത്തിലേക്ക് അർച്ചന എത്തുന്നു.